ചേട്ടാ, നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ ഫാമിലി നമ്മൾ ചെറുതായിട്ടൊന്ന് വലുതാക്കാൻ പോവുകയാണ്. ചെറുതായിട്ട് വലുതാക്കാൻ പോവാണ്. കാരണം പുതിയ കുറച്ച് അഡിഷൻസും കൂടെ വരികയാണ്. ആൻഡ് ഈ ഒരു അഡിഷനിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. കാണുമ്പോൾ നിങ്ങളും സന്തോഷിക്കും. കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് കലാകാരന്മാരാണ് ഇനി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ഷാജി മാവേലിക്കര, സുരേഷ് മാമ്പുഴ ആൻഡ് വിനോദ്. ഇങ്ങോട്ട് പാടാ. എടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ. ഞാൻ ഈ ബ്രോക്കർ പണി തുടങ്ങിയതിന് ശേഷം ഇതേപോലെ നശിച്ച ഒരു കല്യാണം ഞാൻ നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. നിന്റെ അമ്മാവിയപ്പൻ്റെ അടുത്ത് നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് നീ എന്റെ കയ്യും പിടിച്ച് ഇങ്ങോട്ട് വന്നവൻ എവിടെ പോയി? അതോ ചാരം നിൽക്കുന്നു. എടാ, നിന്റെ കാര്യം പറയാനാണോ നിന്റെ അമ്മായിയപ്പൻ്റെ വീട്ടിലോട്ട് ഈ വന്നത്? എന്നിട്ട് അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാടാ. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുക. നിനക്ക് ഈ പെണ്ണിനെ വേണ്ടേ? എന്താ? അപ്പൊ ഇവളെ ബന്ധം ഒഴിയാൻ നീ തീരുമാനിച്ചു. ഇത്രയും നല്ല ഒരു പെണ്ണിനെ നിനക്ക് വേറെ എവിടുന്ന് കിട്ടുവടാ? ഇങ്ങോട്ട് നോക്കിയേ. എനിക്കെന്താ ഒരു കുറവ്? നിനക്ക് ഒരു ബെൽറ്റിന്റെ കുറവുണ്ട്. ചെറുപ്പക്കാരുടെ പാഷനെ പറ്റി അറിഞ്ഞൂടെ അകല്ലേ? എന്റെ ഭഗവാനെ, ഒരു ചെറുപ്പക്കാരൻ പാഷനും കാണിച്ച് നിൽക്കുന്ന നിപ്പ് നോക്ക്. നാണം കെട്ട വർത്താനം പറയരുത് കേട്ടോ. എന്ത്? ഇങ്ങോട്ട് വന്നപ്പോ നാട്ടുകാർ മൊത്തം എന്നെ തന്നെ നോക്കി നിന്നത്. നോക്കി നിന്നിട്ട് ആൾക്കാർ ചിരിക്കുകയും ചെയ്തു. എന്താ? എന്റെ ഫാഷൻ. പാഷൻ കണ്ടോണ്ടല്ല, അങ്ങ് മാവേലിക്കരന്ന് ഇവിടം വരെ പാന്റിന്റെ സിബിടാതെ വന്നാൽ ആരായാലും അതുമില്ലായിരുന്നോ? ശീലമില്ല, അതാ. എന്നിട്ട് ഞെളിഞ്ഞെന്ന് പറഞ്ഞോ എനിക്ക് എന്താ ഒരു കുറവെന്ന്. ഞാനൊരു കാര്യം പറയാം, എന്നെ ആവശ്യമില്ലാതെ കളിയാക്കാതെ അങ്ങനെ വിളിക്ക. ഞാനൊന്ന് നോക്കട്ടെ. ആളിവിടെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കള്ളത്തരം പറയുന്നത് ഇടിച്ചാൻ കൊല്ലും. വിളിക്കണോ? പ്രഭാകരൻ പിള്ളേ. മാമ പ്രഭാകരൻ പിള്ളേ. പന്നൻ പിള്ളേ. എന്നൻ പിള്ളയോ? അല്ല, പന്നൻ പിള്ള. കള്ളം പിള്ളേ. ഇവിടെ ഉണ്ടായിട്ട് എന്നോട് ഇല്ലെന്ന് കള്ളം. ആരാ അവിടെ കോളിംഗ് ബെല്ലടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത്? ഞാൻ കോളിംഗ് ബെല്ലടിച്ചതല്ല, ഞാൻ കരഞ്ഞതാ. ഓടരുത്. പിള്ളേക്ക് എന്നെ മനസ്സിലായില്ലയോ? ഇല്ല. നിങ്ങളുടെ മോളുടെ കല്യാണം നടത്തി തന്ന രണ്ടാനാണ് ഞാൻ. രണ്ടാനല്ല, മൂന്നാനെന്നായിരുന്നു. ഇങ്ങോട്ട് കേറി വന്നപ്പോ എവ ഒരെണ്ണം അടിച്ചം കിളക്കി. അപ്പൊ രണ്ടാൻ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മോനെ ബാഗേറി ഇരിക്കുന്നേ. ഞാനെന്താ ഹിപ്പപ്പൊട്ടാമസാന്നോ? അതെന്നാ ബാഗേറി ഇരിക്കുന്നെന്ന് പറഞ്ഞു? മോൻ ഇങ്ങോട്ട് കയറി ഇരിക്കും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാം. ഞാൻ നിങ്ങളുടെ ഔദാര്യം സ്വീകരിക്കാനും ഇരിക്കാനും വന്നവനല്ല കേട്ടോ. അയ്യോ, ആണല്ലോ. അല്ല, രണ്ടാനെ എന്തോ പ്രശ്നം എന്തുവാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓക്കെ, എന്താ മോനെ പ്രശ്നം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഒന്നും പറയുന്നില്ല, ഞാൻ തന്നെ എന്ന് പറയാനായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി അല്ല. ഇങ്ങനെ മോളെ കാര്യം പറയാനാവും നീ ഇങ്ങോട്ട് കയറി വന്നത്. അതെ. എന്നാ പോയി കാര്യം പറ. അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്നാ പറ. എന്തിനാന്നറിയാവോ? ഇയാളുടെ മോള് നല്ലപോലെ പാട്ട് പാടുമെന്ന് കള്ളം പറഞ്ഞിട്ടല്ലോ എനിക്ക് കല്യാണം കഴിച്ച് തന്നേ. ആണാ? പാട്ട് പാടുമെന്ന് കള്ളം പറഞ്ഞതിന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അതിന് ഇത്രയും ഫോഴ്സ് ഇല്ലായിരുന്നു. എന്റെ മരുമോനെ ഇങ്ങനെ ഇതിനകത്ത് ഇടപെട്ടാ നിങ്ങൾക്കും കിട്ടും. നീ തല്ലുവോ തല്ലാതിരിക്കും എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ കേസ് കിട്ടുന്ന ഇടപെടുന്നില്ല. പിന്നെ എന്റെ സ്വന്തം മോളെ കള്ളം പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച ഒരു തെണ്ടിയാ ഈ പ്രഭാകരൻ പിള്ള. നിങ്ങൾക്കൊരു വിചാരം ഉണ്ട്? അയ്യോ, അങ്ങനെ ഒരു വിചാരമില്ല. എന്നാ അങ്ങനെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് സോൾവ് ചെയ്യണം. കണ്ടോ കേട്ടോ, ഓരോന്നോരോന്ന് വെളി വരുന്നുണ്ട്. ചോദിക്ക്. ഞാൻ ചോദിക്കട്ടെ. ആദ്യ രാത്രി നിങ്ങളുടെ മോളുണ്ടല്ലോ, ആ മണിയറയുടെ മൂലക്ക് നിന്ന് സിഗരറ്റ് വലിക്കുന്നെന്ന്. എന്റെ ദൈവമേ, ആ കല്യാണ ദിവസി അവിടെ കൂട്ടുകാരോ ബന്ധുക്കാരോ ആരേലും ഇവക്ക് ഇച്ചിരി പൈസ കൊടുത്തു കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതെന്താ കാര്യം? കല്യാണത്തിന് മുമ്പ് വീഡിയോ ആകിച്ചിക്കൊണ്ടിരുന്നത്. അതൊക്കെ അങ്ങനെ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. എന്നാ അത് പോട്ടെ. ഞാൻ രാത്രി ചെന്ന് നോക്കിയപ്പോ കട്ടിലിന്റെ അടിയിൽ ഒരു കുപ്പി മദ്യം, 2 ഗ്ലാസ്, പിന്നെ ടച്ചിങ്സും 2 കുപ്പി വെള്ളവും. അല്ല, ആദ്യത്തെ ഞാൻ സമ്മതിച്ചു. രണ്ടാമത്തെ അവൾ അങ്ങനെ കാണിക്കത്തില്ല. അവിടെയല്ല ഞാൻ സമ്മതിക്കത്തില്ല. കുടിക്കത്തില്ലയോ? കുടിക്കും, പക്ഷെ വെള്ളം ഒഴിച്ച് കുടിക്കത്തില്ല. ട്രൈ ആക്കിച്ചെന്ന്. അല്ല, വേറെ കാര്യമുണ്ട്. ഇതൊക്കെ അങ്ങ് വലിയ കാര്യമല്ലല്ലോ. അതങ്ങ് ക്ഷമിക്കാവുന്ന കേസല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ അതങ്ങ് ക്ഷമിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അവളുടെ ദേഹത്തൊന്ന് സ്പർശിക്കാൻ എന്നെ അനുവദിച്ചിട്ടില്ല, അറിയാവോ? ഇത് എന്തൊരു പെണ്ണെന്ന് പറയുന്നത്? എന്താ കാര്യം എന്തോ? അതുകൊണ്ട് എന്താ അവക്കെന്തോ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അവിടെ ഭക്തിയുടെ കാര്യത്തിൽ അവള് ചില മുന്നാ കേട്ടോ. അതുകൊണ്ടായിരിക്കും നേർച്ച.
അതായത് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം മാത്രമേ ഭർത്താവായ ഞാൻ അവളുടെ ദേഹത്ത് സ്പർശിക്കാവൂ. അതാ പറഞ്ഞ ഭക്തിയുടെ കേസ് കൊണ്ടുകൊള്ളാം. ആയിക്കോട്ടെ. അയ്യോ ദൈവകാര്യമല്ലയോ, ഞാൻ അങ്ങ് ക്ഷമിച്ചു. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ഇല്ല, നീയുണ്ടോ? 50 പവൻ മേടിച്ച് കല്യാണം കഴിക്കാൻ ഇരുന്ന ഒരുത്തനാ ഞാൻ. ആണോ? അല്ല അത് ശരി, അത് ശരി. 50 പവന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അതായത് നിനക്ക് പെണ്ണിന്റെ അത്ര പൊക്കമില്ല എന്നും പറഞ്ഞൊരു 10 പവൻ അവരങ്ങ് കുറച്ചു. അല്ലേ? അല്ല ബാക്കി അപ്പൊ 40 ഉണ്ടല്ലോ. അത് നിനക്ക് പെണ്ണിന്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞൊരു 10 കൂടെ അവരങ്ങ് കുറച്ച്. അല്ല ബാക്കി 30 ഉണ്ടല്ലോ അന്നേരം. എടാ ഇനിയും നിന്റെ കുറവ് പറഞ്ഞുകൊണ്ടിരുന്ന നീ 101 പവൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതെ അവിടെ കാണാൻ നിന്നോണം. സത്യം പറഞ്ഞ കേൾക്കാം. ഞാൻ ജീവിതത്തിൽ കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാ ഞാൻ. അറിയാം, ഞാനിവിടെ നിപ്പുണ്ടേ. 15 വയസ്സ് മുതൽ കല്യാണം ഭ്രാന്ത് പിടിച്ച് നടന്ന ഒരുത്തനാ ഞാൻ. അറിയാലോ. അതാ ഞാൻ പറഞ്ഞു വന്നത്. എന്റെ അച്ഛൻ എനിക്ക് ദൈവത്തെ പോലായിരുന്നു. അറിയാവോ? മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ ദൈവങ്ങളുടെ കൂടെ കൊണ്ടുവച്ചിരുന്നത്. അതെന്തിനാ അവിടെ കൊണ്ടുവച്ചത്? വേറെ വെക്കാൻ തലം വേണ്ട. അല്ല അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാ. 1, 2 വരയും 3, 4 കുത്തും. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇയാളുടെ മോൾ ഇങ്ങോട്ട് വന്ന് അതെടുത്ത് ഒറ്റ ഏറാ. എന്നിട്ട് എന്നോട് ചോദിക്കുവാ, എന്തോ ചോദിച്ചു? ദൈവങ്ങളുടെ ഫോട്ടോയുടെ കൂടെ എന്തിനാ QR കോഡ് കത്തിച്ച് വെച്ച് നിലവിളക്ക് കത്തിച്ചേക്കുന്നേ? നിന്റെ അച്ഛന്റെ ഫോട്ടോ ആയിരുന്നോ? പിന്നെ അടുക്കള കാണാൻ വന്നപ്പോ ഏതോ അമ്പലത്തിലെ ഉത്സവ പിരിവിന് വെച്ചിരിക്കുന്നു. ഞാനും അത് സ്കാൻ ചെയ്ത് അതിനകത്ത് 50 രൂപ ഇട്ടിട്ടാ വന്നേ. അത് പോട്ട്. അങ്ങനെ പോട്ടാനൊക്കത്തില്ല. അയ്യോ അതിനാ പനി വന്നിട്ട് ചികിത്സ കിട്ടാതെ ആശുപത്രി കയറ്റാതെ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഫോട്ടോ AI-യിൽ കയറ്റി റെഡിയാക്കാനിരുന്ന ഒരു വ്യക്തിയാ ഞാൻ. അറിയാവോ? എടാ പനി വന്നപ്പോ അങ്ങനെ ആശുപത്രി കയറ്റി വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ AI കയറ്റേണ്ട വല്ല മറ്റേ വർത്താനം പറഞ്ഞു ഞാൻ പറഞ്ഞു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ കുഴപ്പമുണ്ട്. എന്തുവാ? എന്റെ അമ്മ എന്റെ കാണപ്പെട്ട ദൈവമായിരുന്നു. അറിയാവോ? നീ എന്താ ദേവലോകത്താണോടാ താമസിക്കുന്നത്? മുഴുവൻ അങ്ങ് ദൈവങ്ങളാണല്ലോ. പറഞ്ഞോന്ന്. എന്നിട്ട് ഇയാളുടെ മോളുണ്ടല്ലോ, എന്റെ കാണപ്പെട്ട ദൈവമായ എന്റെ അമ്മയുടെ ദേഹത്ത് ചട്ടുകം പഴിപ്പിച്ചു വെക്കാൻ ഈ നീളത്തിലൊരു ചട്ടുകം പഴിപ്പിച്ചു വെച്ചോണ്ട് നിൽക്കുന്നു. എടാ നിന്റെ വായിക്കാത്ത നാക്കില്ലേ, നിനക്ക് അങ്ങോട്ട് ചോദിക്കത്തില്ലായിരുന്നോ? ചോദിച്ച് മേടിച്ച് നക്കാനേ. അത് ഐസ്ക്രീം അല്ല, ചട്ടുകമാ പഴിപ്പിച്ചത്. പ്രഭാകര പിള്ള, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിനും ഇവനെ മാത്രം അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞു അവിടെ കുറ്റം കേൾക്കണമല്ലോ. ഇവന്റെ അടുത്ത് അവർക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഇവളോട് തീർക്കണം. ഞാൻ ഒരു ദിവസം ഇവനെ കാണാനായിട്ട് വീട്ടിൽ ചെന്നപ്പോണ്ടല്ലോ, ഇവൻ പുതച്ചു മൂടി കിടന്ന പുതപ്പെടുത്തോണ്ട് വന്നിട്ട് ഇവള് ചാണക വെള്ളത്തിനകത്തിട്ട് മുക്കുവാ. മാറിയിട്ട് പോയിച്ചാ ഞാൻ അവിടെ നിന്നില്ല, ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെ അത് പറഞ്ഞിട്ട് അവൾക്ക് 2 അടി ഞാൻ വെച്ചു കൊടുക്കും. അല്ല മാമ, അതിനകത്ത് അവളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാ മേടിച്ച പിന്നെ ആദ്യമായിട്ടായിരുന്നു എന്റെ ആ പുതപ്പൊന്ന് കഴുകുന്നത്. അത് ചാണക വെള്ളം അല്ലായിരുന്നു. പുതപ്പ് മുക്കി വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞല്ലോ നിങ്ങൾ വന്നത്. ഈ പുതപ്പ് മേടിച്ചിട്ട് എത്ര നാളായി? പുതപ്പ് മേടിച്ചിട്ട് ഒരു 6-7 ദിവസമേ ആയതേ ഉള്ളൂ. അല്ലെന്ന് ഞാൻ 7 പഠിച്ചോണ്ടിരിക്കുമ്പോ മേടിച്ചാന്ന്. ആദ്യമായിട്ട് കഴുകുവാന്നോ? എന്റെ മോളെ, നീ അന്നേരം ഓടി രക്ഷപ്പെട്ട കാര്യമല്ല, അവിടെ കിണി ചത്തേനെ. പിന്നെ ഞാനൊരു കാര്യം പറയാം. എന്താ? എനിക്കതല്ല. എനിക്കും അതല്ല. ചുമ്മാ അങ്ങ് പറഞ്ഞതാ. ഒരു സീരിയസ് കാര്യം പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങോട്ട് പറ. എടോ എനിക്കതല്ല. എനിക്കും അതല്ല. ഞാൻ എന്റെ പാട്ടിന് പോവാ. അല്ല എന്തുവാ പറയാതെ, ഞങ്ങൾക്ക് 2 പേർക്കും അതാണ്. ഞാൻ അങ്ങനെ പറയരുത്. എനിക്കതല്ല. ഇത് പറയാതെ തുടങ്ങാൻ പറ്റത്തില്ലയോ? എനിക്കിത് പറഞ്ഞാലേ നുണ വരത്തുള്ളൂ. ഞാനെന്തോ അതറിയോ, ഞാനൊരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിരുന്നു. എവിടാന്നറിയാവോ? എവിടാ? അങ്ങ് കാശ്മീരില് ഓടമഞ്ഞിൻ താഴ്വരയിൽ. പൂക്കുമ്പോൾ ഞാനിവിടെ റീൽസ് ചെയ്യുവല്ല. എന്റെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറഞ്ഞോണ്ട് ഇവൻ റീൽസ് ചെയ്യുവാന്നോ? അതെന്ന് പറഞ്ഞാൽ ഈ കാശ്മീർ എന്ന് പറഞ്ഞോണ്ടല്ലോ, ഇവിടുത്തെ ലൂട്ടല്ല, മൊത്തം മഞ്ഞ. പച്ചയും വെള്ളം ഒന്നും ഇല്ലയോ? എടാ മഞ്ഞ് അവിടെ നിന്ന് തീവ്രവാദികളുടെ ബഹളവാ. അയ്യോ, കാശ്മീരിലെ മഞ്ഞ് വീണ മടമടക്കുകളിൽ അതാരാ മടക്കി? പാറയുടെ സൈഡിൽ കൂടെ ഞാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? എന്റെ വലത്ത് കയ്യിൽ എന്തർത്തോക്കും. മുഖത്ത് നോക്കി കള്ളം പറയരുത് കേട്ടോ. ഒളിഞ്ഞോ? ഇത് വലത്ത് കയ്യാ, അപ്പുറത്ത് കൊടുത്ത് എന്തർത്തോക്ക്. എന്റെ വലത്ത് കയ്യിൽ എന്തർത്തോക്കും, ഇടത്ത് കയ്യിൽ എന്റെ ജീവനും പിടിച്ചുകൊണ്ടാ ഞാൻ നടന്നത്. അപ്പൊ കക്കൂസി പോകുമ്പോ ജീവിതം കൈവിട്ടു പോകത്തില്ലയോ? കേട്ടില്ലല്ലേ? ഇല്ല. എന്നാ ഏക്കുന്ന വേറൊരു സാധനം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്നാ അതിനെക്കാട്ടി ഏക്കുന്ന ഒരു സാധനം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്നാ പറ. കല്യാണത്തിന് മുമ്പ് പേരുദോഷം കേൾപ്പിച്ച ഒരു പെണ്ണായിരുന്നു. അറിയാവോ? ദൈവമേ, ഈ നാട്ടിലൊരു ആൾക്കാരും അവളെ കുറിച്ച് അങ്ങനെ പറയത്തില്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാണാവള്ളിയുടെ ആയേഷ് പറഞ്ഞായി. എന്നാ മയ്യനാടുള്ള ശശാങ്കം പറഞ്ഞ അല്ലേ? ബിജുക്കുട്ടൻ പറഞ്ഞായിരിക്കും. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ നിന്നെക്കാട്ടി മുന്നേ അവളെ കെട്ടിയോരാ. കണ്ടോ? അപ്പൊ 3 കെട്ടിയ പെണ്ണിനെ എന്റെ തലേ കെട്ടിവെച്ച് ഞാൻ
പ്രഭാകരൻ പിള്ള. അല്ല ഞാനൊരു കാര്യം പറയാം. ഞാനിത് കല്യാണത്തിന് മുമ്പേ ഞാനിത് പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞു? പെണ്ണിന് 4 കെട്ടുള്ളതാണ്. അത് നിങ്ങളുടെ തറവാട്ടിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അല്ല, ഇവള് കെട്ടിയ കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്കതല്ല. എനിക്കും അതല്ല. ആണ്ട് കിടക്കുന്നു. എനിക്കതാ. ഞാനൊരു കാര്യം പറയാം. പറ. നിനക്ക് കോംപ്രമൈസ് എന്ന രീതിയിൽ ഇത്രയും കുറവുകളൊക്കെ വെച്ച് ആ കൊച്ചിനെ നന്നായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 40 പവനോടെ നിനക്ക് അങ്ങ് തരും. എന്താ വർത്താനമായി പറയുന്നത്? 40 പവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ തലയും കുത്തി അങ്ങ് വീഴുന്ന ഒരു വൃത്തികെട്ട വ്യക്തിയാ ഞാനെന്ന് വിചാരം ഉണ്ടോ? എനിക്കങ്ങനെ വിചാരമില്ല. എന്നാ അങ്ങനാണ്. 40 പവൻ തരുമല്ലോ. തരുമെന്ന് ഞാനിനി മാമനോട് സത്യമായിട്ട് ഒരു കാര്യം പറയാം. പറ. ഈ സ്വർണം കണ്ടോണ്ടല്ല, പിന്നെ മാമന്റെ ആ ഒരു വിഷമം കണ്ടോണ്ട് പറയുവാൻ. വിഷമം കണ്ടോണ്ടല്ലയോ? അപ്പൊ സ്വർണം വേണ്ടേ? സ്വർണം വേണം. അയ്യോ, കൃഷ്ണമണി അടിച്ചെന്റെ മൂക്കേ വന്ന് കൊണ്ടുവരാൻ. സ്വർണം ഞാൻ തരാം. അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സ്വർണം തരുവാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ജീവിച്ചോണം. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. മാമ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെന്തോ അതിന്റെ പ്രശ്നം? അമ്മയുടെ പ്രശ്നം ഒന്ന്. എന്റെ അമ്മയ്ക്ക് പ്രശ്നമുണ്ടോ? ഒരു കാര്യം ചെയ്യ്, ഇവന്റെ അമ്മയെ ഫോണിൽ വിളിക്കാൻ. ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്, അത് ശരിയാകത്തില്ല. ഫോണിൽ വിളിച്ചിട്ട് പറ, ആ പ്രശ്നം നമുക്ക് ശരിയാക്കിയേക്കാം. കല്യാണവും നടത്തി കൊടുക്കണം, ഫോണും വിളിക്കണം, ഇതാകെ വിഷയമാണല്ലോ. ഉണ്ട് താണ്ടെ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ട്. സ്പീക്കർ വിട്ടിരിക്കുവാന്നോ? ഹലോ, സംബന്ധം കൊണ്ട് പ്രഭാകരപിള്ളയാ വിളിക്കുന്നത്. സ്ഥിരം പറഞ്ഞിട്ട് തെറി പറയരുത്, സ്പീക്കർ ഫോൺ ഇട്ടിരിക്കുക. ഞാൻ ഇവനുമായിട്ട് സംസാരിച്ചു, ഏകദേശം കാര്യങ്ങൾ സോൾവ് ആയിട്ടുണ്ട്. ഞാനൊരു 10 പവൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് വിഷയമൊന്നും ഇല്ലല്ലോ? ആര് പറഞ്ഞു വിഷയമൊന്നും ഇല്ലെന്ന്? എനിക്കിതിന് സമ്മതമല്ല. സമ്മതമാണെന്നാണല്ലോ പറഞ്ഞത്. അല്ല, എനിക്കിതിന് സമ്മതമല്ല. അയ്യോ, അമ്മയുടെ വിഷയം എന്തുവാ? അല്ല, ഈ പറഞ്ഞാ കേൾക്കാത്തൊരു പെണ്ണിനെയും തലയ്ക്ക് സുഖമില്ലാത്തൊരു ചെറുക്കനെയും കൂടെ നോക്കാൻ എനിക്കങ്ങ് വയ്യ. തലയ്ക്ക് സുഖമില്ലാത്ത ചെറുക്കൻ അതാരാ? എന്റെ മോൻ. എടോ കാപ്പാൽ പിടിച്ചാലോ? എങ്ങനെ തോന്നിയോ എനിക്ക്? എവിടുന്ന് കിട്ടിയോ ഇവനെ നിനക്ക്? എന്തൊരു ചോദ്യ പ്രഭാകരൻ ചോദിക്കുന്നത്? എന്തുവാ? നിങ്ങൾക്കത് ചോദിക്കാന്നുള്ളോ? എവിടുന്ന് കിട്ടിയോ ഇവനെ? കഴിഞ്ഞ 7 വർഷം ഊളംപാറ സെല്ലിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നവരാ. അപ്പൊ അവനൊരു കാര്യം പറയുമ്പോ ഞാനത് സാധിച്ചു കൊടുക്കണ്ടേ? അത് ശരി. സ്വർണത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. സ്വർണത്തിന്റെ കാര്യമേ, അകത്തെ ശകലം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തരാം. ഇവിടെ സ്വർണം പുഴുങ്ങിയാണോ കൊടുക്കുന്നത്? സ്വർണം പുഴുങ്ങാനല്ല, നിന്നെ രണ്ടിനെയും കൂടെ പുഴുങ്ങാനാ. ഷാജി ചേട്ടൻ ആൻഡ് ടീമിന്റെ ഈ ഒരു കോമ്പിനേഷനുള്ള ഫ്ലോറിലെ ആദ്യത്തെ സ്കിറ്റ് അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് ചേട്ടാ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ നിന്ന് ചേട്ടൻ്റെ ലൈവ് പെർഫോമൻസ് കാണാനായിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോകാൻ പറ്റിക്കോട്ടെ ചേട്ടാ. ഷാജി, വിനോദ്, സുരേഷ്, ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കൊരു കിടിലൻ ടീമിനെ കിട്ടി. നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പറയേണ്ട ആവശ്യമില്ല. അത്രക്ക് മനോഹരമായിരുന്നു. മറ്റുള്ള നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഞെട്ടിച്ചൊരു സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ഒരു ഇത്തിരി 1, 2, 3, 4 അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഒരു 50 കഴിഞ്ഞതിന് ശേഷമാണ് 75ലേക്കും അതും 100ലേക്ക് എത്തിച്ചത്. അത് ഭയങ്കര ഒരു ഐഡിയാപരമായിട്ടുള്ള കാര്യമാണത്. കാരണം എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഒരു 100ലേക്ക് പോകാതെ തന്നെ ആ സ്റ്റെപ്പ് വെച്ച് കയറി. അത് മനോഹരമായിരുന്നു. പിന്നെ നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് തന്നെ 3 പേരിലും ആക്ഷൻ കോമഡികൾ. അത് അതിൻ്റെ ഉസ്താദാണ് എനിക്ക് തോന്നുന്നത്, ഷാജി മാവേലിക്കര. ആക്ഷൻ കോമഡിയും വിത്ത് ഡയലോഗും പറഞ്ഞതിൽ വലിയ ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. ഇത് ഭയങ്കര രസമായിരുന്നു. കാരണം കൗണ്ടറുകളൊന്നും മറക്കാതെ പടക്കേ എന്നും പറഞ്ഞാണ് 3 പേരും നല്ല ഗ്രാൻഡായിരുന്നു. 3 പേരും അടിച്ചു പൊളിച്ച്. എനിക്ക് തോന്നുന്നത് ഫ്ലവേഴ്സിൽ ഷാജി മാവേലിക്കരാൻ്റെ ടീമിൻ്റെ വരവ് അറിയിച്ചു കഴിഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ബക്രു ചേട്ടാ, ഇത് ഐറ്റം വേറയിലേക്ക് ഷാജി മാവേലിക്കര ടീമിൻ്റെ മാസ് എൻട്രി. ക്ലീൻ സ്കിറ്റാണ്. നിങ്ങൾ നന്നായിട്ട് ഈ സ്ക്രിപ്റ്റ് എടുത്ത് അതിൽ പണിയെടുത്തിട്ടുണ്ട്. ചുമ്മാ ഒന്ന് വന്ന് ഐറ്റം വേറയിലൊന്ന് വന്ന് എത്തി നോക്കിയിട്ട് പോകാം എന്ന ഉദ്ദേശത്തിൽ വന്നവരല്ല. ഇവിടെ വന്ന് സ്കിറ്റ് കളിച്ച് അഭിപ്രായം ഉണ്ടാക്കണം, നല്ലൊരു സ്കിറ്റ് കളിക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി വന്നതാണെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു പ്രകടനം കണ്ടാൽ അറിയാൻ പറ്റും. കാരണം ഒരാളൊരു ഡയലോഗ് പറഞ്ഞതിന് ശേഷമുള്ള ഒരു ഗ്യാപ്പുണ്ട്. അതുപോലും നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. നല്ല മീറ്ററിൽ. നിങ്ങൾ 3 പേരും വർഷങ്ങളായിട്ട് ഒരേ ട്രൂപ്പിലോ അല്ലെ ഒരേ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാണോ? അല്ല. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. വിനോദം, നിങ്ങളുണ്ടല്ലോ നല്ല ഭാവിയുള്ളൊരു ആർട്ടിസ്റ്റാട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നല്ല കഥാപാത്രം. നിങ്ങൾ 3 പേരും അങ്ങനെ തന്നെയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു
ഫ്രീ ആയിട്ടാണ് ഇദ്ദേഹത്തിന്റെ രീതികളൊക്കെ. അതെ 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 ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ വളരെ കൂളാണ്, വെറുതെ അല്ലാതെ ഒരു സ്കിറ്റ് കളിക്കുന്നില്ല, വളരെ ലൈവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അച്ഛൻ്റെ ഫോട്ടോ, QR കോഡ്. അങ്ങനെ നിങ്ങൾ അതും സ്കാൻ ചെയ്തു, ഞങ്ങൾ നിങ്ങളെ സ്കാൻ ചെയ്തു. ഉഗ്രനായിരുന്നു. ഓൾ ദി ബെസ്റ്റ് 3 പേർക്കും. താങ്ക് യു ചേട്ടാ. നസീറിക്ക ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങൾ ഈ വേദിയിലേക്ക് വൈകി വന്ന വസന്തങ്ങളാണ്. ഇനി വിരിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ നമുക്ക് സമ്മാനിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെന്നും നമ്മളൊരു പുതിയ വേദിയിലേക്ക് വരുമ്പോൾ അവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള മുൻധാരണയുള്ളവരാണ്. ആ ധാരണ നിങ്ങൾ തെറ്റിക്കാതെയാണ് ഇന്ന് ഈ സ്കിറ്റ് ഇവിടെ വന്ന് അവതരിപ്പിച്ചത്. അത്ര മനോഹരമായിട്ട് ഫസ്റ്റിലെ നമ്മൾ വരുമ്പോൾ കൊടുക്കുന്നത് നന്നായിരിക്കണം. അതിൽ വേണം നമ്മളുടെ മുമ്പോട്ടുള്ള യാത്രയുടെ തുടക്കം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ആ സംഭവം ഇവിടെ ചെയ്തത്. ഗംഭീരമായിട്ട് നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഷാജി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വർക്ക് ചെയ്തതല്ലായിരുന്നോ? ഇതിൽ ഷാജി ഇപ്പോൾ പങ്കെടുത്തതല്ലേ? ഈ സ്കിറ്റിൻ്റെ അകത്ത് ഒരാളല്ലായിരുന്നോ? അല്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു താല്പര്യം ഇല്ലാതെയോ പേടിച്ചോ വിറച്ചോ ഒക്കെ നിൽക്കുന്ന പോലെ ഷാജി സ്കിറ്റ് കളിച്ചു കഴിഞ്ഞാണല്ലോ ഒരക്ഷരം അവൻ വിട്ടിയല്ല. അവൻ ഇങ്ങനെ ആ ചെടി ഒരു നിപ്പല്ല, ഒന്ന് വാതോറന്നൊരു അക്ഷരം ഷാജി മിണ്ടിയല്ല. അതൊക്കെ അറിയോ? ഷാജി സ്കിറ്റ് കളിക്കുമ്പോൾ മാത്രമേ കീ കൊടുത്തോ ഇത് വർക്ക് ചെയ്യുന്ന പാവയെ പോലെ ഷാജി. ആദ്യത്തെ പ്രകടനം കഴിഞ്ഞു, അതിന്റെ കമന്റ്സ് എല്ലാം ഏതാണ്ട് കേട്ടു. ഇനി പൈസ അറിയുന്നതിന് മുമ്പ് 2 വാക്കൊന്ന് പറഞ്ഞു എന്തെങ്കിലും. ഞാൻ 2 വാക്ക് എന്തേലും. നസീർക്ക എന്നെ നേരത്തെ വിളിച്ചായിരുന്നു, ഇവിടെ വാ എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പ്രോഗ്രാം ഇല്ലാതെ നിൽക്കുമ്പോഴേ പുള്ളി നേരത്തെ മുതലേ വിളിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ വിട്ട് വിളിപ്പിച്ചു. അപ്പോഴൊക്കെ നമ്മൾ വേറെ ചെറിയ വർക്കുകളിൽ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയത്. പിന്നെ അർജുൻ സാർ വിളിച്ചേ. അത് കഴിഞ്ഞിട്ടപ്പോൾ അർജുൻ സാർ പ്രോഗ്രാം ഇല്ലാതെ നിൽക്കുവാണെന്ന് അറിഞ്ഞാണ് അർജുൻ സാർ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് കയറിക്കോളാൻ പറഞ്ഞു. താടിയുള്ള അപ്പനെ പേടിയുള്ളൂ അല്ലേ? അതല്ല നസീർക്ക, നമ്മൾ വിളിച്ചപ്പോഴും പറഞ്ഞു ഇപ്പൊ നസീർക്ക പറഞ്ഞിട്ട് തന്നെ ആദ്യത്തെ ഒരു പ്രോഗ്രാം അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ആയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതാണ് വേണ്ടത്. നമ്മൾ ആദ്യം കൊടുക്കുന്നത് നന്നായിരിക്കുക. അതിപ്പോൾ നിങ്ങൾ വളരെ മനോഹരമായിട്ട് കൊണ്ട് തന്നു. ഞങ്ങളത് 2 കൈ നീട്ടി ഞങ്ങൾ സ്വീകരിച്ചു. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ഇതിക്ക് മേലെ ആയിരിക്കണം എല്ലാം. ഓക്കെ, 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ. അപ്പൊ നമ്മുടെ കാര്യക്കാരൊക്കെ നല്ല ഹാപ്പിയാണ്. ആദ്യത്തെ സ്കിറ്റ് കഴിഞ്ഞു. ഇനി ആദ്യത്തെ പ്രൈസ് മണി, ഈ ഫ്ലോറിലെ ആദ്യത്തെ പ്രൈസ് മണി നമുക്ക് അറിയാനുള്ള സമയമാണ്. നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടനോട് ആദ്യം ചോദിക്കാം. ഞാൻ സന്തോഷമായിട്ട് ഒരു 15,000 രൂപ കൊടുക്കും. 15,000. പക്രു ചേട്ടനോ? ഞാനൊരു 16. അപ്പൊ 15ഉം 16ഉം 31,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ഇപ്പൊ നസീർ കഥ റിവീൽ ചെയ്യും. അവിടെ വരൂ കേട്ടോ, തിരിഞ്ഞു നിന്നാ മതി. ആദ്യമായിട്ട് വന്നതല്ലേ? ഇക്ക QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ഐശ്വര്യമായിട്ട് കൊടുക്കുന്നതിൽ യാതൊരു കുറവും പാടില്ല. 70,000. അടിപൊളി. ഒരു സിൽവർ പഞ്ച് ജസ്റ്റ് മിസ്സാണ്, കുഴപ്പമില്ല. ഇത് ആദ്യത്തെ സ്കിറ്റാണ്, ഇനിയും സ്കിറ്റുകൾ കിടക്കുന്നുണ്ട്. എന്തായാലും ഹാപ്പി അല്ലേ? അപ്പൊ ഇനിയും നമുക്ക് കാണാം ഈ വേദിയിൽ ഒരുപാടധികം സ്കിറ്റുമായിട്ട്. വൺസ് അഗൈൻ വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ഫാമിലി ചേട്ടന്മാരെ, താങ്ക് യു സോ മച്ച്. ബിജുക്കുട്ടൻ ചേട്ടാ, നമുക്കുണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പാവാം. ഇങ്ങോട്ടേക്ക് ഒരു നവദമ്പതികൾ വരുന്നുണ്ട് അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായിട്ട്. അപ്പൊ ഒരുപാട് ചിരിക്കാനായിട്ട് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ചിത്തൻ ചേട്ടൻ, ബിനരാജ് ചേട്ടൻ ആൻഡ് വിനോദ് തൈക്കാട്ടുശ്ശേരി. എത്ര മനോഹരമാണ് ഇവിടെ അല്ലേ ഏട്ടാ? ശരി, എത്ര മനോഹരമാണ് ഇവിടെ. കാണാൻ എന്ത് ഭംഗിയാ. എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കും അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേട്ടനെന്താ എക്കോയാണോ? റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. അല്ല, ഞാനും പറഞ്ഞു നോക്കെ എന്ത് മനോഹരമാണ് ഈ കായലല്ലേ. ഞാൻ അങ്ങനല്ല പറഞ്ഞേ. ദുബായിലെ ആ തിരക്കുകൾക്കിടയിൽ നിന്നും ഈ നാട്ടിൻപുറത്ത് വന്നപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്ന് നോക്കുപോലും. ഇവിടെ എന്ത് രസമാണ് കാണാൻ. കായൽ നിറയെ വെള്ളം. പിന്നെ കായൽ നിറയെ വെള്ളം അല്ലാതെ പെട്രോൾ ഒഴിച്ചിടാൻ പറ്റുവാ? അതാണോ ഞാൻ പറഞ്ഞത്. നോക്കിയേ, എങ്ങും തെങ്ങൻ തോപ്പ്, ഈ കായലും വെള്ളവും ആ വെള്ളത്തിൽ കൂടെ പോകുന്ന ചെറുവള്ളങ്ങളും. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതാ ആൾക്കാർ വെറുതെ അല്ല പറയുന്നത്.
ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന്. എനിക്ക് മനസ്സിലാവണ്ടല്ലേ ഞാൻ അവനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ആരെ? ജോൺസനെ. ജോൺസന്റെ കാര്യം ഇപ്പോൾ ആര് പറഞ്ഞു? നീയല്ലേ പറഞ്ഞു ജോൺസൺ കൺട്രി ആണെന്ന്? ഞാൻ അങ്ങനല്ല പറഞ്ഞേ, ഇത് ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന്. എന്ന് വെച്ചാ ദൈവത്തിന്റെ സ്വന്തം നാട്. ദൈവത്തിനൊക്കെ സ്വന്തം നാടുണ്ടോ? അതാണ് കേരളം. എനിക്ക് വയ്യ. എന്തായാലും ചേട്ടന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചല്ലോ. പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇട്ടുമൂടാൻ പണമുണ്ട്, പൈസയുണ്ട്, പക്ഷേ ഞാൻ കല്യാണം കഴിച്ച ലേറ്റ് മാരേജാ. പക്ഷെ എനിക്ക് ആ ലേറ്റ് മാരേജ് ആകുമ്പോഴത്തേന് ഹണിമൂൺ എന്റെ ഇഷ്ടത്തിന് നടക്കണം. ഒരു കായലിന്റെ നടുക്ക് ഒരു തുരുത്തില് ആരുമില്ലാതെ ഞാനും എന്റെ ഈ പൊന്നുമോളും മാത്രം, ആരെ ശല്യത്തിനില്ലാതെ ഞങ്ങൾ രണ്ടും മാത്രമായിരിക്കണം. ആഗ്രഹം സാധിച്ചടി. ഇവിടെ ആരും ശല്യം ചെയ്യാനില്ലല്ലോ. ഇവിടെ ആകെ എന്റെ ഏട്ടനും ഞാനും പിന്നെ നമ്മളെ തന്നെ എത്തി നോക്കി നിൽക്കുന്ന ആ ചന്ദ്രനും. ഞാൻ അവരെ ജോർജനത്ത് പ്രത്യേകം പറഞ്ഞാണ് ഈ ഹൗസ് ബോട്ട് ഞാനും നീ മാത്രം മതിയെന്ന്. ഈ ചന്ദ്രൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഏത് ചന്ദ്രൻ? മറ്റേ നമ്മുടെ സെക്യൂരിറ്റി ചന്ദ്രൻ. സെക്യൂരിറ്റി ചന്ദ്രന്റെ കാര്യമല്ല പറഞ്ഞേ, ആകാശത്ത് നിൽക്കുന്ന ആ ചന്ദ്രന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ എന്റെ കാർമേഘമേ ഒന്ന് മറച്ചു പിടി, ഞങ്ങളുടെ ഹണിമൂൺ ആ ചന്ദ്രൻ. ചന്ദ്രനൊക്കെ അവിടെ നിൽക്കട്ടെ. കാഴ്ചകളാ. ഹണിമൂൺ എങ്ങനെ ആകുമോ എന്തോ. ചേട്ടാ ഇവിടെ ഇതെന്താ നോക്കുന്നേ? അല്ല ഈ പറയാൻ പറ്റത്തില്ലേ, ഈ അന്യഗ്രഹത്തിലൊക്കെ ഇപ്പൊ ആൾതാമസം ഉണ്ടെന്നാ കേട്ടോ. അവിടെ അങ്ങനെ എത്തി നോക്കിയാല എന്ത് ചേട്ടാ അതൊക്കെ വീട്. ഞാൻ പറഞ്ഞില്ലേ ഇതേ രണ്ട് വെള്ളയും പൊതിച്ച് രണ്ടെണ്ണം പറന്ന് വരുന്ന പിടിക്കും ഞാൻ. അയ്യോ അത് വെള്ളയും പൊതിച്ച് വരും, ആരും വരുന്നതല്ല. പിന്നെ രണ്ട് കൊക്ക് പറന്നു പോകുന്നതല്ലേ. കൊക്കാണെങ്കിലും കാക്ക രാത്രി മരുന്ന് പറഞ്ഞാലും ഞാൻ പിടിക്കും എന്ന് പറഞ്ഞാൽ പിടിക്കും ജോൺസാ, പിടിക്കും. ചേട്ടാ അതാണോ ഇപ്പൊ ഇവിടെ അത്യാവശ്യ കാര്യം? അതെ, ഞാൻ എന്ത് ഭാഗ്യവതിയാണെന്നറിയോ? നിന്നെപ്പോലൊരു ഭാഗവതിയായ പെണ്ണിനെ കിട്ടിയത് ഞാനാണ് ഭാഗ്യം ചെയ്തവൻ. പിന്നെ എന്താ ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ എന്താഗ്രഹം പറഞ്ഞാലും ഈ നിമിഷം ഞാൻ സാധിച്ചു തരും. എന്തോ ആഗ്രഹം സാധിച്ചു തരും. നീ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിനക്ക് വേണം ഈ കായൽ ഞാൻ ഇപ്പൊ എഴുതി തരുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാൻ? ആ കായലിന്റെ നടുക്കൊണ്ട് നിന്റെ പേരെഴുതി വെക്കും ഞാൻ. അയ്യോ അപ്പൊ നാളെ മുതൽ ഇവിടെ കേരളത്തിൽ പുതിയൊരു കായല്, വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായല്, രമണി കായൽ. അയ്യോ എന്റെ ദൈവം ആലോചിച്ചു. ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴുകി അങ്ങ് നടക്കും. ഒഴുകി നടന്നു, പക്ഷെ ഒഴുക്കിൽ അങ്ങ് പോകാതിരുന്നാ മതിയായിരുന്നു. അങ്ങനാണോ ചേട്ടാ ഞാൻ പറഞ്ഞത്? എനിക്ക് പിന്നെ സമയം ഒരുപാടായി, നമുക്ക് അത്താഴം കഴിക്കണ്ടേ? പിന്നെ ഭക്ഷണം കഴിക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ വീട്ടിലായിരുന്നു എന്താ സംഭവിക്കുക? എന്റെ ആദ്യ രാത്രി കുളവാക്കി നിന്റെ കുറെ ആങ്ങളമാരും അച്ഛന്മാരും കൊഞ്ഞച്ചന്മാരും കൊച്ചച്ചന്മാരും കൂടെ കിടന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്റെ വീട്ടുകാർ ഒരു ശല്യത്തിന് പറ്റില്ല. എന്റെ വീട്ടുകാരെ പറയരുത് കേട്ടോ, ഞാൻ മിണ്ടത്തില്ല, ഞാൻ പിണക്കോ. ഞാൻ എടാ ഇവള് ഹണിമൂൺ അങ്ങനെ നടക്കുവോ ആവോ. അതെ പിണങ്ങിയോ? പിണങ്ങി. പിണങ്ങിയോ? പിണങ്ങി. പിണങ്ങിയോ? പിണങ്ങിയില്ല. മോളെ എവിടെ ചേട്ടാ മുള? അല്ല ചേട്ടാ മുളയെന്ന് പറഞ്ഞു, മഞ്ഞ മുളയാണോ കല്ല മുളയാണോ? ദൈവമേ മോളേന്ന് ഇഷ്ടം കൊണ്ട് വിളിച്ചതാണെന്ന്. മോളേന്ന് പറഞ്ഞു. അതെ നീ എന്റെ എല്ലാമാണ്. അതെ നീ ഞാനും മാത്രം ഇവിടെ, നമ്മൾ മാത്രമുള്ളൊരു ലോകം. അതെ അതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറയൂ ചേട്ടാ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരും നേതോ ഋതുഭാവങ്ങൾ. ചേട്ടൻ ഈ പാട്ട് പാടുന്നതിനൊക്കെ നല്ല സി ഡി ഇട്ടിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലോ. എന്റെ കൊച്ച ഈ തുരുത്തിൽ ഈ സി-ഡിക്ക് റൈറ്റ് ഇല്ലെന്നു. എന്തില്ലെങ്കിൽ എന്താ, എന്റെ അടുത്ത് എന്റെ ചേട്ടനില്ലേ? ചേട്ടൻ എന്റെ മുത്തല്ലേ? എന്റെ ചിങ്കിടിയല്ലേ നീ? എന്റെ മുത്തല്ലേ നീ? എന്റെ ചിപ്പിയല്ലേ? എന്റെ മുത്തല്ലേ? എന്റെ ചിപ്പിയല്ലേ? മുത്തു ചിപ്പി പോലൊരു ചെപ്പിനുള്ളിൽ വന്നൊരു കിന്നാരം. ഈ പാട്ട് എന്തിനാ പാടിയത്? ആ സി-ഡി ഇട്ടാ പോരാ, അതിന്റെ സുഖം നശിപ്പിച്ചില്ലേ നീ? ചേട്ടനല്ലേ പറഞ്ഞത് ഇവിടെ ഇതിനൊന്നും റൈറ്റ്സ് ഇല്ലെന്ന്, അതുകൊണ്ടല്ലേ ഞാൻ അതെ വാ നമുക്ക് ചേട്ടാ എങ്ങനെ ആഘോഷിക്കുമോ ദൈവത്തിനറിയാമേ. അതെ ഞാനും നീയും മാത്രമേ ഉള്ളൂ നടുക്കായൽ. അതെ വേറെ ആരുമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സന്തോഷവും ഈ സ്നേഹവും നമുക്ക് പങ്കിടാം. ഇവിടെ തുണിയിലായിരിക്കുന്നടാ. എടാ ഞാനും മറ്റേ പെണ്ണുമ്പോഴേ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നാണ്. നിനക്കെന്ത് കാര്യടാ കൂവാൻ? എന്റെ ചേട്ടാ ഇത് നമ്മളെ കണ്ടോണ്ട് ആരും കൂവുന്നതല്ല. പിന്നെ ഈ വള്ളത്തിൽ പോകുന്നവരെ കരയിൽ നിൽക്കുന്നവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇങ്ങനെ കൂവിക്കൊണ്ട. അതായിരുന്നു എത്രയോ സിനിമകളിലൊക്കെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്ന സ്ഥിതിക്ക് നമുക്ക് സഹിക്കാം. ചേട്ടാ ഇതെന്താ സംഭവം? ആറാ നീ? ഇതിന് മാത്രം റംബാഹോയ് നിന്റെ എവിടെ ഇരിക്കുന്നതാ? മനുഷ്യൻ പേടിച്ചു. മനസ്സിലായില്ല? ഇല്ല ഞാനാണ് ഈ ഹൗസ് ബോട്ടിന്റെ ഡ്രൈവർ
എടാ നിന്റെ അടുത്ത് പറഞ്ഞല്ലേടാ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് അപ്പോഴേ നിനക്ക് ഇവിടെ സ്ഥലം വിട്ടോളൂന്ന്. സാറേ ഞാൻ ഇതിന്റെ ഡ്രൈവറാണ്, ഇവിടുത്തെ കുക്കാണ്, പിന്നെ നിങ്ങളൊക്കെ എന്റർടൈൻ ചെയ്ത് നടക്കുന്ന ഒരു ഗൈഡാണ്, ബ്ലേഡാണ്, എല്ലാമാണ് ഞാൻ. അല്ല ഗ്ലൈഡ് ആണെന്ന് പറഞ്ഞത് ഞാൻ ആ ജോൺസന്റെ അപ്പോഴേ പറഞ്ഞാണ് ഇവിടെ ആരും വേണ്ട, ഞാനും എന്റെ ഭാര്യ മാത്രം മതി എന്ന് പറഞ്ഞാണ്. അവന് ചോദിക്കുന്ന പൈസയും കൊടുത്താണ്. എടാ നിനക്ക് ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് നിനക്ക് അപ്പോഴേ തന്നെ സ്ഥലം വിട്ടാണോ പയ്യായിരുന്നോ? ഞാൻ എങ്ങനെ പോവും? എങ്ങനെ പോകുന്ന? നിനക്കൊരു ഓട്ടോ പിടിച്ച് പോകണമായിരുന്നു. എങ്ങനെ പോകുന്നു? ഒരു ഓട്ടോ പിടിച്ച് പോകണമായിരുന്നു നീ. ഇത് നാഷണൽ ഹൈവേ അല്ല, കായലിന്റെ നടുക്കാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നീന്തി പോകാറുണ്ടല്ലോ. പറഞ്ഞിട്ടില്ലേ ഞാൻ നീന്തി പോകാൻ? ഞാൻ എങ്ങനെ നീന്തി പോകും ചേച്ചി? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ അവരെ വിളിക്കട്ടെ, ജോൺസനെ വിളിക്കട്ടെ. വിളിയേട്ടാ, ജോൺസനെ വിളിക്കട്ടെ. എന്തൊരു ശല്യം ഇത്. ഹലോ. ഹലോ സാറേ. ഈ ജോൺസൺ എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ജോൺസൺ കാണിച്ചത്. സാറേ എന്താ കാണിച്ചതാ പറഞ്ഞത്? ഈ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഞാനും എന്റെ ഭാര്യ മാത്രമേ കാണാറുള്ളൂ ഇതിനകത്ത്. പറഞ്ഞായിരുന്നു. അതിനുള്ള പൈസ അല്ലേ തന്നത്? ഓ, പിന്നെ ഇതാരാണ് ഈ ശല്യം ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുന്നത്? അയ്യോ സാറേ, അത് നമ്മുടെ ആളാണ്. നമ്മുടെ ആളെന്ന് പറഞ്ഞാ പഞ്ചബാബ ഓമനക്കുട്ടൻ. അത് ശരി, ഇനി കഞ്ചാവ് വിൽക്കുന്നവനൊക്കെ കൂടെ ഇതിനകത്ത് പറഞ്ഞു വിടണം. അയ്യോ സാറേ, കഞ്ചാവല്ല, പഞ്ചബാബ ഓമനക്കുട്ടൻ. പഞ്ചബാബോനക്കുട്ടൻ അവന്റെ പേരാണത്. അതെ, നിങ്ങളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി കൊണ്ടുവന്നതാ. എന്റെ ദൈവമേ, ഇപ്പൊ ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനിവിടെ. ഞാനത് മാനേജ് ചെയ്തോളാം. എന്താണ് പരിപാടി? എന്താ ഇവിടെ? സാറ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുറവും വരുത്തരുത് എന്ന് പറഞ്ഞത്. ഇപ്പൊ നീ തരുന്നതൊക്കെ കൂടുതലാണല്ലോ. അല്ല അതെ, ഇപ്പൊ എന്താ പരിപാടി ഇവിടെ? ഞാൻ കുക്കാണ്. സാറിനൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്നും നിങ്ങൾ പറഞ്ഞാൽ മതി. ടപ്പേ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. മീനുണ്ടോ? മീനുണ്ടോ? കായൽ മീനില്ലേ? കായലിൽ എന്തൊക്കെ ഉണ്ട്? കായലെന്ന് പറഞ്ഞാൽ കാരി, കൂരി, കരിമീൻ, കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, വാളയുണ്ട്. കൊഞ്ചില്ലേ? കൊഞ്ചുണ്ട്. അത് അങ്ങോട്ട് കൊഞ്ചണ്ട, തിന്നുന്ന കൊഞ്ചില്ലേ? ഉണ്ടെന്ന്. കരിമീനുണ്ടോ? ഉഗ്ര കരിമീനുണ്ട്. ഫ്രഷ് ആണോ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കുളിച്ച് കയറി തലതോർത്ത് നിൽക്കുന്നു. എന്നെ കണ്ടപ്പോ ചോദിക്കാണ് എന്നെ ഒന്നെടുത്ത് എണ്ണയിലേക്ക് ഇടാവോന്ന്. അങ്ങനത്തെ ഒരു ഫ്രഷ് സാധനം അവിടെ ഇപ്പൊ എടുത്തിട്ട് പറ്റേ. എടാ തിന്നുന്ന സാധനം വല്ലതും ഉണ്ടാ? എന്റെ സാറേ, കായലല്ലേ, നല്ല ഫ്രഷ് സാധനമായിരിക്കും, നല്ല ഉഗ്രം കരിമീനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരട്ടെ. എനിക്ക് ഒരു കാര്യം ചെയ്യും, ഒരു കരിമീൻ എടുത്തോണ്ടോ ചെല്ലി. ഇത് തിന്നു കഴിഞ്ഞാൽ സാർ പിന്നെ എന്നെ എങ്ങും പിടിക്കല്ല, അത് ഉറപ്പുള്ള കേസ് കിട്ടാണ്. അപ്പൊ ഇത് ഇവൻ കുളവാക്കൂ. എന്ത് സാധനം ഇതൊരു പോക്കുണ്ട്. എനിക്കറിയത്തില്ല, ഇത് ഒരു നടക്ക് പോകുമല്ല. അല്ല, അല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റില്ല, കായലല്ലേ, നീ ഇങ്ങനെ പതച്ചേ പോകാൻ പറ്റുള്ളൂ. കണ്ണടച്ചോളൂ, 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 കണ്ണടച്ചോളൂ. ഞങ്ങൾ എന്തിനാ കണ്ണടക്കണേ? അല്ല, ഞാൻ എന്നോട് പറയായിരുന്നു കണ്ണടച്ചോളൂ. നിങ്ങൾ വല്ലതും ചെയ്തുകൊണ്ടിരിക്കണെങ്കിൽ അത് കാണണ്ടല്ലോ. പിടിച്ചോളൂ, കൊണ്ടു. എങ്ങനെയുണ്ട്? മനോഹരമായിട്ടുണ്ടോ? കൊള്ളാം കൊള്ളാം, ഡെക്കറേഷനൊക്കെ കൊള്ളാം. മോളോ എന്തോ എന്നെ വിളിച്ചതാടോ? ഓമനെ. എന്തോ? എടാ നിനക്കെന്താടാ? അല്ല, എന്റെ പേര് ഓമന എന്നാണ്. ഓമനെ? ശരിക്കും പറഞ്ഞാൽ കുട്ടനെ കട്ട് ചെയ്ത് കളഞ്ഞു. ആര്? അല്ലെന്ന് ഓമനക്കുട്ടൻ എന്നാണ് എന്റെ ശരിക്കും പേര്. കുട്ടൻ കട്ട് ചെയ്ത് ഓമനെ നക്കി നാട്ടുകാരെല്ലാരും. ഇത് ഞാൻ അവളെ ഇഷ്ടം കൊണ്ട് പലതും വിളിക്കും. ഓമനെന്ന് വിളിക്കും, ചിലപ്പോ ചിപ്പിന്ന് വിളിക്കും, കക്കാന്ന് വിളിക്കും. ഓമനെ എന്തോ? എടാ പോടാവുന്നു. മോളെ ഇത് കഴിക്കും മോളെ. ചേട്ടാ, എനിക്ക് ഈ മീൻ വേണ്ട. ഈ മീൻ എനിക്ക് ഇഷ്ടമല്ല ചേട്ടാ. പിന്നെ ഏത് മീനാ ഇഷ്ടം? എനിക്ക് നെയ്മീനാ ഇഷ്ടം. നെയ്മീനുണ്ടോ? ഉണ്ടോന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഏത് ഐറ്റം ഉണ്ട്? എല്ലാ ഐറ്റം ഉണ്ട് സാറേ, ഞാൻ എടുത്തു തരാം. നെയ്മീൻ പോരെ? നെയ്മീൻ പോക്കറ്റിട്ടുണ്ടാണോ വന്നത്? അയ്യേ, കൊണ്ടോ. ഇതെന്തുവാണ് ഇത്? നെയ്യ്. ഇത് മീൻ ഇച്ചിരി കിള്ളുക, നെയ്യിൽ മുക്കുക, കഴിക്കുക. ഇതാണോ നെയ്മീൻ? അപ്പൊ നെയ്മീൻ കഴിച്ചിട്ടില്ലേ? ഫ്രഷ് സാധനമാണത്. ഈ മീനാണ് നെയ്യിൽ മുക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് നെയ്മീൻ ഉണ്ടാകണം. എവിടെ നിങ്ങളൊക്കെ ഈ പുറത്തു പോയി കഴിച്ച കൊണ്ടല്ലേ അത് നെയ്മീൻ ഒറിജിനലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണത്. കഴിക്കരുത്, നെയ്മീൻ. ഈ മീൻ എടുക്കുക, ഇത് മുക്കുക. അതേ എന്താണ് ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെ? പൈസയൊക്കെ ഉണ്ടെന്നേ ഉള്ളു. ഇതുവരെ അതിനെ കുറിച്ച് റിവർ. ഇവിടെ ഞാൻ ഈ ഹൗസ് ബോട്ടിൽ ആദ്യമായിട്ടല്ലേ വരുന്നത്. മുള്ളാൻ പോകുന്ന സ്ഥലം എവിടെയാന്ന്? ഇല്ലേ, ഇപ്പൊ ഇവിടെ ഈ ഹൗസ് ബോട്ട് നിർത്തിയിരിക്കണ്ട. അവിടെ ഒരു തൈ കണ്ട, അവിടെ പോയി ഒരു 8 എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. 8? ഞങ്ങളൊക്കെ സാധാരണ അവിടെ പോയി 8 എടുത്തിട്ട് ഇങ്ങോട്ട് വരും. അതെങ്ങനെ? അത് ചെല്ലുമ്പോ മനസ്സിലായിക്കോളൂന്ന്. മോളെ ഓമനെ. ഓ എന്താ ഏട്ടാ? ഞാനേ പോയി ഒരു 8 എടുത്തിട്ട് വരാം. 8 എടുക്കാൻ? 90 അടിച്ചിട്ട് എന്നു പറഞ്ഞ പോലെ പോണത്. ഇത് 8 എടുത്ത് 9 എടുത്തൊക്കെ എത്ര ദൈവമേ, ഇത് ഇന്ന് ഇവിടെ എത്തിച്ചേരുവാ അത്. ഹലോ, എന്താ നിങ്ങള് കല്യാണം കഴിച്ചാണോ? അത് എന്താ, തനിക്ക് കണ്ടനൊക്കെ മനസ്സിലായില്ലേ ഞങ്ങൾ കപ്പിൾസ് ആണെന്ന്? അല്ല, സാധാരണ എല്ലാവരും ഇവിടെ കപ്പിൾസ് എന്ന് പറഞ്ഞാണ് ഈ ഹൗസ് ബോട്ടിലേക്ക് വരുന്നത്. ഒറ്റ യൂബറിൽ വരുന്നത്. ഇവിടെ തിരിച്ചു പോകുമ്പോ 2 യൂബറിലാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. വീട്ടില് നല്ല പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടല്ലേ? ചെറുതായിട്ട്. അല്ല, അല്ലെങ്കിൽ ആ ഹ്യൂബറിനെ കൊണ്ടൊന്നും ഇവിടെ ഹ്യൂമറാക്കി അടിക്കലല്ലോ. അതുകൊണ്ട് എന്നാലും അതല്ല, എനിക്ക് നല്ല പരിചയം. ആരെ?
എന്നെ തനിക്ക് പരിചയമൊന്നും ഒരു സാധ്യതയില്ല. എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട് എനിക്ക്. താൻ എന്നെ കാണാൻ ഒരു വഴിയില്ല, കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ അങ്ങ് ദുബായിലാണ്. ഈ ദുബായിൽ എവിടെ ചേർത്തല തണ്ണീർക്കുമ്പുണ്ട്? ഏതാ? ശാന്ത ചേച്ചിയുടെ മോളല്ലേ കക്ക വരാൻ പോണ, ജീവിക്കാനൊക്കെ പോണ? അമ്മ അറിയാം? അമ്മ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും അമ്മ അറിയാം. പിന്നെ ഞങ്ങളൊക്കെ എന്തോരം മീൻ മേടിച്ചിട്ടുണ്ട് ചേച്ചിട്ട്. എന്നെ അറിയാം? എന്നെ ആ ശാന്ത ചേച്ചിയുടെ മോളെ എനിക്ക് കണ്ടറിയല്ല, വെറുതെ ചുളുകൾ അടിച്ചെടുത്തല്ലേ. അതെ, ഇന്ന് വന്നേ, കാര്യം പറയട്ടെ ചേട്ടാ. എന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ കക്കവാരി, ഞാൻ ആ പൈസക്ക് ഞാൻ പഠിച്ച് ഒരു വിസ ഒപ്പിച്ച് ഗൾഫിൽ പോയി അദ്ദേഹത്തിന്റെ കമ്പനിയിൽ മാനേജരായി. അങ്ങേർക്ക് എന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ കെട്ടി. അപ്പൊ ഞങ്ങൾ നല്ലൊരു ജീവിതം, അനാഥയായ എന്റെ ജീവിതം തകർക്കാൻ നിൽക്കരുത്. ഇതൊന്നും ദയവ് ചെയ്ത് അങ്ങേരോട് പറയല്ലേ ചേട്ടാ. പറയാതിരുന്നാൽ എനിക്ക് എന്ത് ഗുണം? ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ചേട്ടൻ ഞാൻ തരാം. എന്ത് ടിപ്പ്? ഒരു കാര്യം ഞാൻ ഏറ്റപ്പോരെ സംഭവം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒറ്റ പറഞ്ഞ് അങ്ങോട്ട് നിൽക്കുന്നു, അത്ര സംഭവമുള്ളൂ. ആ സാധനം എഴിഞ്ഞ് പിടിച്ച് നിൽക്കുമ്പോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തീർക്കും. ഓമനെ, 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 എന്തോ നീ പോയില്ലടാ ഇതുവരെ? ഞാൻ പോയ സമയത്ത് നീ എന്തോ അവിടുത്തെ പോയത്? ഞാൻ വരുമ്പോഴത്തെ ഞാൻ ജയന്തി ജനതയാണ് കണ്ട ജയന്തി ജനതയായിട്ട് തോന്നുന്നു, പക്ഷെ ഭയങ്കര സ്ലോയാ. സെറ്റ് ചെയ്തിരിക്കണം അത്. അല്ല, ഇങ്ങനെ തന്നെ പിടിക്കണം, ഒരു മാറ്റം വരുത്തുന്നില്ല. പുള്ളി അങ്ങനെയാ എന്തോ പറഞ്ഞത്? എന്തൊക്കെയോ അങ്ങ് പറയായിരുന്നു. സാറിനെ കിട്ടിയത് എന്തോ കക്കാർച്ചിയുടെ എന്തോ കാര്യം പറയുന്നത് കേട്ടല്ലോ. അല്ല, ഇവിടെ സ്പെഷ്യൽ കക്കയിറച്ചി ഉണ്ട്, അത് വേണോന്ന് എന്നോട് ചോദിക്കായിരുന്നു. ഞാൻ പറഞ്ഞു മോക്ക് വേണ്ടേ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. മോക്ക് വേണ്ട കക്കാർച്ചി, പൊക്കോ. ചെല്ലി പോ. വേണ്ട വേണ്ട, വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ആവശ്യമില്ല. ഇടക്കിടക്ക് വന്ന് ശല്യപ്പെടുത്തില്ലേ പ്ലീസ്. ഒറ്റ വിസിൽ ഇങ്ങോട്ട് വിട്ടു തന്നാൽ അങ്ങോട്ട് കയറി വരും ഞാൻ. ഒരു വിസിൽ? അതെ. എന്താ ഇരിക്ക്. കഴിച്ച് തീർന്നില്ലേ ഇതുവരെ? ചേട്ടൻ പറ, മോക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഏട്ടനെ മതി. അത് ശരി. ഒരു കരിമീൻ പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നീ ഏട്ടയും കൂലിയൊക്കെ പറഞ്ഞ അവനെപ്പോ കൊണ്ട് തരും. എനിക്ക് എന്റെ ഈ ഏട്ടനെ മതിയെന്ന്. ഈ പാട്ട് കണ്ടിട്ടില്ലേ? മഴയും കാറ്റും ഒക്കെ ഉണ്ട്, അതെങ്കിലും ആ ഫീൽ കിട്ടുള്ളൂ. ആ ഫീൽ അടിച്ചെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. അതിനാണ് ഞാൻ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചത്. ഈ വെള്ളം എവിടുന്നത്? കായലിൽ നിന്ന്. അയ്യേ ചേട്ടാ, ഈ കായലിലെ വെള്ളമാണ് കോരി എന്റെ തലയിലൊക്കെ ഒഴിച്ചത്. ഈ കായലിലെ വെള്ളം വേണം, എനിക്ക് പനിയും വരും, എനിക്ക് സ്കിന്നിലൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ചേട്ടാ. പിന്നെ 24 മണിക്കൂർ അവളുടെ ഈ കായലിലെ വെള്ളം. ഇവിടെ താനും ഇങ്ങോട്ട് ശല്യം ചെയ്യാറ്. ഞങ്ങളുടെ ഹണിമൂൺ കുറെ സമയമാണ്, ഞങ്ങൾ സ്വസ്ഥത. അല്ല, സാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കുറവും തരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടല്ലേ? ഒന്ന് ഇറങ്ങിപ്പോ, സമയം കളയണ്ടപ്പാ. അതായത് ഈ രാത്രി ഞാനും എന്റെ മോളും മാത്രം. അതെ. ഇനി ആരും ശല്യത്തിന് വരില്ല. ഇല്ല. അതായത് എടുത്ത് വെയ്യടി ഇങ്ങോട്ട്. എടുത്ത് വെയ്യ. അയ്യേ, താണ്ട ഉടുമുട്ട് കഴിച്ച് കൈ പിടിച്ചോണ്ട് വന്നിരിക്കുന്ന ഇയാള്. അയ്യോ, എന്റെ കണ്ണും കയ്യൊക്കെ കാണിക്കുന്നേട്ടാ അയാള്. എന്തോടാ കാണിക്കുന്നത്? കഥകളി. കഥകളിയാ? ഇതാ ഉടുത്തിരുന്ന മുണ്ട് വായിച്ചോണ്ട് വന്നാണ് കഥകളി കാണിക്കുന്നത്. ചേട്ടാ, ഇയാളൊക്കെ ഒന്ന് പറഞ്ഞു വിടാ പോയി. ഇയാളെ ഇവിടെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇതിനകത്തോട്ട് ഇടക്കിടക്ക് കയറി വരുന്നതെന്ന്? കഥകളി ഇഷ്ടമല്ലേ? കഥകളി ഇഷ്ടമല്ല. സായിപ്പന്മാരൊക്കെ ആണെങ്കിലേ എന്നെ നിന്ന് ഇവിടെ നേരം വെളുക്കോളം നിർത്തി കളിപ്പിക്കും. അവർക്ക് കഥകളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്, അറിയാവോ? ഈ സായിപ്പന്മാര് ഹണിമൂണും ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നത്. അവർക്ക് ഈ കഥകളി നേരം വെളുക്കുന്നവരെ കണ്ടോണ്ടിരിക്കുക. എന്റെ ആദ്യത്തെ ഹണിമൂണാണിത്. എന്റെ ആദ്യരാത്രിയെ കുളവായി. നീ എന്റെ ദൈവത്തെ വരച്ചൊന്ന് പോയി തരാവാ. കഥകളി പോണെങ്കിൽ പോട്ടെ, എന്തോരം സാധനങ്ങൾ ഇരിക്കുന്നു എന്റെ കയ്യിൽ. മോളെ, എന്താ പെട്ടെന്ന് വന്നിരിക്കേ. 5 വർഷം കൂടെ ഉള്ളൂ. എന്തിനാ, റിട്ടയർമെന്റ് ആവാനോ? അല്ല, എന്റെ ഷഷ്ടി പൂർത്തിക്ക്. ഒന്ന് പോയേട്ടാ അവിടുന്ന്. അതായത് നമ്മള് മാത്രം. പൊക്കി വെയ്യടി പുറത്തോട്ട്. ലയം ലയന സംഗീ
ചേട്ടാ അയാൾ അടുക്കള വെച്ചിരുന്ന് മീനം കണ്ടെടുത്തിട്ടുണ്ട്. എടുത്തു തിന്നത് കരിമീൻ എടുത്തു തിന്നാ നീ. ഇതെന്തോ ഇത്? ജയന്റെ ഫിഗർ പിടിക്കുമ്പോ ഇങ്ങനെ വെക്കണം. ജയൻ ഇങ്ങനെ പിടിക്കത്തില്ലല്ലോ ഫിഗർ. ജയൻ ഇങ്ങനെ പിടിക്കും. ജയൻ ആ സിനിമയിൽ വെച്ച് പോലത്തെ ഗ്ലാസ്. സീമ ഉണ്ടെങ്കിൽ ഞാൻ ബാക്കിയുടെ കറക്റ്റ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. സീമ ഉണ്ടെങ്കിൽ ഞാൻ പൊളിച്ചേനെ. ഒലത്തു പോയി ആള്. ഒന്ന് ഇറങ്ങി പോടാ അവിടുന്ന്. സീമേ പിടിക്കുന്നു അടിച്ചിറക്കേട്ടോ ഇയാളെ ഇവിടുന്ന്. പയ്യൻ എന്തോ ഒന്ന് വരും. എന്താണ് നീയാണില്ലടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന അലവലാതി ഷാജി. പോ പോ അവന്റെ ജയൻ. ജയൻ ചീറ്റിയല്ലേ? ഇതൊന്നും കൊണ്ട് ഞാൻ തോറ്റു പോകില്ല സുഹൃത്തേ. ഇവിടെ ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും സാധനം നമ്മൾ മാത്രമാകാൻ വേണ്ടിയില്ല നമ്മൾ ഇവിടെ വന്നിരുന്നത്. അതല്ല ചേട്ടൻ ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നു. എന്താ സത്യത്തിൽ ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. അല്ലേ എന്നാലും എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ചേട്ടാ. ആരും ദേഷ്യപ്പെട്ടു? എന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ നീ പേടിച്ച് വിറച്ച്. അതുകൊണ്ടാ പറഞ്ഞേ എനിക്ക് ചേട്ടൻ സമയം കളയല്ലേ. മുഖമാണ് ഇഷ്ടം. പൊക്കി വെക്കണം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം അവനെ കൊന്നാണ് ചേട്ടാ. എന്താ തോന്നിയാസോടോ താൻ ഈ കാണിക്കുന്നത്? ആരാടാ ഇത്? നിഗംബരൻ. ആരെ? നിഗംബരനോ? ചിദംബരൻ. ചിദംബരൻ എന്റെ അച്ഛനാ? അല്ല പിന്നെ നിഗരമ്പൻ. ദിഗംബരനാ? എടാ ദിഗംബരൻ. ഇവിടെ എന്താ ദിഗംബരൻ എന്താ കാര്യം? എനിക്ക് അന്നേരെ തോന്നി ഇയാൾ നോർമൽ അല്ലെന്ന്. അല്ലെങ്കിൽ ഈ സൈസ് പേക്കൂത്ത് കിടന്ന് കാണിക്കും. എടാ ഒരു കാര്യം പറ, ഇനി ശല്യപ്പെടുത്തിയ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്ക ഒന്നാമത് എനിക്ക് വയ്യെന്ന് ഞാൻ ആലോചിക്കത്തില്ല. എന്റെ കൈ കിട്ടിയ ഇത്രയും വൃത്തിയായിട്ട് ഒരുത്തൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആഹാ ഇങ്ങനെയുണ്ടോ? പൊക്കി വെക്കണോ? പോക്കി വേ. എന്തൊരു ശല്യമായിപ്പോ ഇത്. അയ്യോ 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 അയ്യോ. നിഗംബരം വേണ്ടായിരുന്നേ. എത്ര അടിയാണ് ഒരു ദിവസം മേടിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. നീ എനിക്കിട്ട് പണിതല്ലേടി. നിന്നെ ഞാൻ കാണിച്ചു തരാടി. നീ ഒരു യൂബറിൽ വന്ന നിന്നെ ഞാൻ 2 യൂബറിൽ വിടുവടി നിങ്ങളെ ഇന്ന് ഞാനിവിടെ കേട്ടടി. നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. സാറേ അയാള് പിന്നെ ശല്യം ചെയ്യാൻ വന്നിരിക്കുന്നു. ആര്? സാറേ സമ്മതിക്കല്ലേ? ഒരു മിനിറ്റ് സാറേ. എന്താണ് സാർ ഇങ്ങോട്ട് വന്നു സാറേ. ഓ സാറിനപ്പോ ഒരു തങ്കം പിടിച്ച മനുഷ്യൻ ഇവിടെ ഇരിക്കും. കാല് ഞാൻ തിരുമ്മി തരാം. വേണ്ട, നീ ഇത്ര തിരുമിയത് മതി. സാറേ ഇവളാള് ശരിയല്ല കേട്ടോ. ആര്? സാറിന് അബദ്ധം പറ്റിയിരിക്കുകയാണ്. ഇവള് മീമിക്കാൻ പോണത് നമ്മളെ കക്ക വരാൻ പോണ ശാന്ത ചേച്ചിയുടെ മകളാണെന്ന്. കക്ക വരാൻ പോണ ശാന്ത ചേച്ചിയുടെ മകളാണ് ഇവള്. കക്ക വരാൻ പോവായിരുന്നു. പിന്നെ ഇവള് പോകുമായിരുന്ന. ഇവള് എന്നിട്ട് എങ്ങനെയോ കാശൊപ്പിച്ച് ഇവള് അമേരിക്ക അല്ല ദുബായിലെ എവിടെയൊക്കെ പോയി കാശ് സാറിന്റെ മുന്നിൽ വന്ന് പെട്ട്. സാറ് പാപമായോണ്ട് ഇവളെ രക്ഷപ്പെടുത്തിയതാ. നീ പറഞ്ഞ ശരിയാണോ? ഞാൻ പറഞ്ഞ ശരിയാണ്. സാറ് വിളിച്ച് ചോദിക്കും സാറേ. നീ പറഞ്ഞ കള്ളമാണെങ്കിലാ? ഞാൻ പറഞ്ഞ കള്ളമാണെങ്കിൽ സാറിന് കള്ളമാണെന്ന് വിശ്വസിക്കുക. അല്ല കള്ളമാണെന്ന് ഒരിക്കലും കള്ളമല്ല. കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു. സത്യമാണല്ലോ. സത്യമാണ്. സാറ് വിളിച്ചു പോറാ. എന്നെയാണോ എടീന്ന് വിളിച്ചേ? ഇവിടെ വാടിയെന്ന്. എന്താ ഏട്ടാ ഇവൻ പറഞ്ഞത് സത്യമാണോ? അയാൾ എന്ത് പറഞ്ഞു? പറഞ്ഞു കൊടുക്കടാ. എടി നീ കക്ക വരാൻ പോയല്ലേടി. നീ കക്കാൻ പോയ കാര്യം എല്ലാ കഥകളും ഞാൻ സാറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീ പാവം പിടിച്ച മനുഷ്യനെ പറ്റിക്കാൻ നോക്കിയിട്ട് എങ്ങനെ തോന്നുന്നുണ്ട് നിനക്ക്? ചേട്ടാ 2 വണ്ടിയിൽ എന്തായാലും നീ അത് പറഞ്ഞു വന്നോണ്ടേ കറക്റ്റായി. ഇതൊക്കെ ഒരു സഹായം. അതെ, അവള് കക്ക വരാനല്ലേ പോയത്. അവളും അവിടെ അമ്മയും അല്ലാതെ കക്കാനല്ലല്ലോ പോയത്. എടാ ഏത് ജോലിക്ക് അതിൻ്റെ ആയിട്ടൊരു അന്തസ്സുണ്ട്, അതറിയാവോ? അപ്പൊ അവളുടെ അമ്മ മരിച്ചു പോയതിന് ശേഷം അവള് കക്ക വരാൻ പോയി. ഇല്ലത്തെ പൈസ ഉണ്ടാക്കി അവൾ എൻ്റെ കമ്പനിയിൽ ജോലി മേടിച്ചു. അവൾ ഇന്ന് എൻ്റെ കമ്പനിയിലെ മാനേജറാണ്, അറിയാവോ? ഈ കഥയൊന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അവളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. അതായത് എൻ്റെ കമ്പനിയിലെ മാനേജരാ ഇന്നലെ വരെ അവള്. ഇന്ന് തൊട്ട് അവൾ എൻ്റെ ജീവിതത്തിന്റെ മാനേജരാ. മനസ്സിലായോ നിനക്ക്?
അപ്പൊ സാറേ ഞാൻ ഒരു കാര്യം ചെയ്യാല ആ. ഈ സന്തോഷത്തിൽ ആ. എന്റെ ജയൻ ഒന്നുകൂടി എടുത്ത് വെച്ച് കീച്ചിയാല ഇന്റെ ജയൻ ചേട്ടാ ഈ ഒരു മധു നമ്മുടെ കാര്യക്കാർ എൻജോയ് ചെയ്തോ എന്ന് നമുക്ക് അറിയണ്ടേ? പക്രു ചേട്ടാ. ചിത്ത വിനോദേ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ. ഈ ആദ്യരാത്രി ഒരാൾ വന്ന് കുളമാക്കുന്നത് കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ, ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുത്ത ഒരു പ്ലോട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത്. ഹൗസ് ബോട്ടിനകത്ത് വലിയൊരു പണക്കാരൻ വരുന്നു, അയാളുടെ ഹണിമൂൺ ആഘോഷിക്കാൻ വരുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു മാരണം അതിനകത്തുണ്ടെന്ന്, ബോട്ട് ഡ്രൈവറുടെ രൂപത്തിൽ. അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയിലുള്ള വിനോദിൻ്റെ എൻട്രി. വിനോദ് ഓരോ ഇത് കഥകളിയായിട്ടൊക്കെ വന്നപ്പോൾ നല്ല രസമായിട്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്തു. ഫിഗർ ചെയ്തിട്ട് കോമഡി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലത് വൃത്തികേട് ഫീൽ ചെയ്യും. ഇതല്ല, ഇത് ആ ഫിഗറാണെന്ന് തോന്നിപ്പിക്കുന്നുമുണ്ട്, എന്നാൽ അതിനകത്തൊരു വൃത്തികേടുമുണ്ട്. അത് നമുക്ക് ചിരി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ആകെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ വിനോദ് പോയി വരുന്നതിനിടയിലുള്ള എന്തെങ്കിലും കുറച്ചും കൂടി നിങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയാൽ കുറച്ചുകൂടി രസമായതിനെന്നൊരു തോന്നലുണ്ട്. പ്ലസ് ആ ക്ലൈമാക്സ് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ചിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരുന്നത് പോലെ ഇയാൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിരുന്നേ കുറച്ചുകൂടി ഒരു ഹൈപ്പ് കിട്ടിയനെ എന്നുള്ള ഒരൊറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ മൂന്ന് പേരും തെളിയിച്ച കലാകാരന്മാരാണ്. ഉഗ്ര സ്കിറ്റായിരുന്നു കേട്ടോ. സൂപ്പർ. ബിജുക്കുട്ടൻ ചേട്ടാ. ചിത്ത, ബിൻരാജ്, വിനോദേ നന്നായിരുന്നു കേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതാണ്. ഈ നമ്മൾ ഹൗസ് ബോട്ടൊക്കെ എടുക്കുമ്പോൾ വിദേശികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പല കലാപരിപാടികളും അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വിദേശികൾക്ക്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും ഇവിടെ കൊണ്ടുവരുമെന്ന് കരുതിയിരുന്നില്ല കേട്ടോ. ഇവർ രണ്ടുപേരുമായിട്ടുള്ള പ്രേമവും കാര്യങ്ങളൊക്കെ കാട്ടി പോരും, പിന്നെ വേറെ എന്തെങ്കിലും ആണ്. പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് ചിരി വന്നൊരു സംഭവം, ഇവർ ആ ലവ് ട്രാക്ക് ഉണ്ടല്ലോ. ബിജുക്കുട്ടൻ ചേട്ടാ, നമ്മുടെ ചിത്തൻ ചേട്ടന് കാലിന് നല്ല വേദനയുണ്ട്. അപ്പൊ യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ആണ്. അത് മറികടന്നിട്ടാണ് ചേട്ടനോട് പെർഫോം ചെയ്തത്. അപ്പൊ അതിനൊരു കൈയടി കൊടുക്കാം. അപ്പൊ ഇത്രയും നേരം നിന്ന് കമന്റ്സ് കേൾക്കേണ്ടതല്ലേ, നമുക്കൊരു കസേര ഇട്ട് ചേട്ടൻ ഒന്ന് കംഫർട്ട് ആക്കിയാലോ? ആ ശരി ശരി, ഒരു ചെയർ കിട്ടുമോ? ചെയർ കൊടുക്ക്. എനിക്കട്ടെ. ഓക്കെ അല്ലേ? ഇത്ര അപശ്യതയിലാണ് അന്ന് കളിച്ചത്. കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചല്ല. അയ്യോ, അത് ഭയങ്കര ഗംഭീര കയ്യടി കൊടുക്കണോട്ടോ. അല്ല, അത് ക്യാരക്ടറിന്റെ ഒരു ഇതാന്ന് ഓർത്ത് കാല് വെച്ച് ഞാനും അതാ വിചാരിച്ച. അതുകൊണ്ടാണ് അതേക്കുറിച്ച് ഒന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചു. ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതെ. പക്ഷെ ഞാനിപ്പോ പറഞ്ഞു വന്നത് തന്നെ അതിക്ക് നമ്മുടെ വിനോദ് പനേക്കുമ്പോഴുള്ള ലവ് ട്രാക്ക് ഉണ്ടല്ലോ ഇവരാ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് എടുത്തു പറയാൻ വേണ്ടിയാണ്. കാരണം ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇതെങ്ങനെ അതിരാത്രി നടത്തുന്നുള്ളൂ. പിന്നെ ആ സോങ്ങിലുള്ള കുറച്ച് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണെന്ന് കരുതി, സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് കരുതി. കാലെടുത്ത് വെക്കടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെയ്തതാ. അതല്ല, ഫസ്റ്റില് ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ചിത്തൻചേട്ടൻ്റെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ അവസരം അത് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ദൈവമേ. അല്ല, യൂറിക് ആസിഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വന്നിട്ടില്ലെങ്കിലും ചിത്തൻ എന്നുള്ള കലാകാരൻ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എത്രയോ വേദന സഹിച്ചിട്ട് വേണം. ഗ്ലാസ് കൊണ്ട് കയറുന്ന പോലത്തെ വേദനയാണ് ഇത് വരുമ്പോന്നാണ് ചേട്ടൻ പറയണത്. എന്തായാലും ചേട്ടാ ഹാറ്റ്സ് ഓഫ്. അത് മാറ്റി വെച്ച് ഇത്രയും നമുക്ക് ഗംഭീരം. മീനാക്ഷി, ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കമന്റ് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് നിന്ന് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇരിക്കാൻ നമ്മൾ ഇരുത്തിയത്. അപ്പോൾ ഇത്രയും പ്രയാസം വെച്ചുകൊണ്ട് ഇത്രയും ത്രൂ ഔട്ട് ഈ ഒരു സ്കിറ്റ് മുഴുവൻ ആ ഡാൻസും ഈ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു വേദിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട്. ചിത്ത, ഒരു രക്ഷയില്ല. തീരെ വയ്യായിരുന്നു, മെഡിസിൻ കഴിച്ചിട്ടാണ്. അയ്യോ, വേണമെങ്കിൽ നിന്നിട്ട് മാത്രം ചെയ്തൊക്കെ പോകാമായിരുന്നു. എത്ര എൻട്രി പാസ് ചെയ്ത്, എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. പിന്നെ അവിടെയുള്ള കാര്യങ്ങൾ, അടി, ബഹളം, ഇതൊന്നും മൈന്യൂട്ടായിട്ട് പതുക്കെയല്ല ചെയ്തത്. അതെല്ലാം നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തത്. അത് വളരെ ഗംഭീരമായിട്ടുണ്ട് ചിത്ത. അതൊരു കലാകാരൻ്റെ ഡെഡിക്കേഷനാണ് അത് ശരിക്കും പറഞ്ഞാൽ. അത് വേറൊരു ലെവലാണത്. കാരണം അങ്ങനെ വേണം കലാകാരന്മാരും കലാകാരികളും. മൂന്നുപേരും ഗംഭീരമായിരുന്നു കേട്ടോ. ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇദ്ദേഹം ഇത്രയും വലിയൊരാളാണെങ്കിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ ചതിക്കുന്ന ഒരാളല്ല. അത് ഭയങ്കര രസം. ഒരു പെണ്ണിന് ജീവിതം കൊടുക്കുന്നതാണ്. എത്ര പണക്കാരനായാലും ഇത്രയും പാവപ്പെട്ട ഒരു പെണ്ണിന് ജീവിതം കൊടുക്കണം. നമ്മുടെ ഉടായ്പിലൂടെ കൊണ്ടുവന്നാക്കണമല്ല. അതൊക്കെ ഒരു മെസ്സേജായിരുന്നു. പിന്നെ ബിൻരാജിൻ്റെ വേഷം ഗംഭീരമായിരുന്നു കേട്ടോ. ബിൻരാജ് നല്ല രസമുണ്ടായിരുന്നു.
ബിനുരാജ് എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡുകളായിട്ട് സ്ത്രീവേഷം തന്നെയാണ് കെട്ടിക്കൊണ്ടിരിക്കണേ അല്ലേ? 2-3 വൃത്തിയുള്ള അങ്ങനെ സെറ്റൊക്കെ കൊടുത്ത് വരുമ്പോൾ ഭയങ്കര രസം കാണാനായിട്ട്. ഇത് വേറെ ഗെറ്റപ്പ് അല്ലേ വിജുകുട്ടൻ ചേട്ടാ? ഇത് വേറെ ഗെറ്റപ്പ്, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ താങ്ക് യു ചേട്ടാ. ഇതേപോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ ഒരു ദിവസം ഹൗസ് ബോട്ടിൽ പോയപ്പം ആ ബോട്ടിൽ നിൽക്കുന്ന ആള് നസീറിക്കയുടെ ഭയങ്കര ഫാനാ. അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ നസീറിക്കയുടെ അന്വേഷണം പറയണം, എല്ലാവരോടും പറയണം, എങ്കിലും നസീറിക്കയുടെ ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം ആ ബോട്ടിലെ ചേട്ടനുണ്ടായിരുന്നു. എന്തായാലും നമുക്കിപ്പോ ഇക്കയുടെ അഭിപ്രായം ചോദിക്കാം. കൊള്ളായിരുന്നു കേട്ടോ, നന്നായിരുന്നു. എൻ്റെ ഒരു നോട്ടത്തിൽ ഈ സ്കിറ്റുമായിട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് നല്ല രസമുള്ള കണ്ടൻറ്റാണ്. ഇതുവരെ നമ്മൾ കാണാത്തതും പുതുമയുള്ളതുമായൊരു സാധനമാണ് നിങ്ങൾ പ്ലാൻ ചെയ്തത്. നിങ്ങളിത് ഒന്നുകൂടി ഇരുന്നിട്ട് ഈ പെയിനൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട്, ആ പെയിൻ എന്തായാലും ആ സ്കിറ്റിനെയും ബാധിച്ചിട്ടുണ്ട്. കാര്യം ചിത്തൻ്റെ ഭാഗത്തു നിന്നുള്ള കോമഡി ഇതല്ല. ചിത്തൻ വളരെ ക്ഷീണിതനായിട്ട് തന്നെയാണ് ചെയ്തത്. വിനോദേട്ടന്റെ ഫസ്റ്റ് എൻട്രിക്ക് എന്നെ പോലും തള്ളിക്കളഞ്ഞിട്ട് ചിത്തനാണ് ഇറങ്ങി ഓടുന്നത്. ആ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പെയിന് വേദന ആർട്ടിസ്റ്റ് കലാകാരന്മാർക്ക് സ്വാഭാവികമായിട്ട് എപ്പോഴും ഉണ്ടാകാവുന്നതാണ്. നമുക്ക് പല മിസ്സിങ്ങും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വന്നു ചേരാറുണ്ട്. പല മരണങ്ങൾ വരെ സംഭവിക്കാറുണ്ട്. നമ്മുടെ റിലേഷനിൽപ്പെട്ട ആൾക്കാർ മരിച്ചാൽ പോലും നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ എല്ലാ കലാകാരന്മാർക്കും ഇങ്ങനെ ഉണ്ടാകാറുള്ളതാണ്. പക്ഷെ അതെല്ലാം നമ്മളത് ഉള്ളിലൊതുക്കിയാണ് സ്റ്റേജിൽ ചെയ്യുന്നത്. സ്റ്റേജിൽ കയറുമ്പം അവൻ എന്തിനു വേണ്ടി വന്നതാണോ ആ ജോലി വൃത്തിയായി ചെയ്തിട്ട് പോകുക. അതാണ് അവൻ്റെ ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ആത്മാർത്ഥത എന്ന് പറയുന്നത്. അത് മനോഹരമായിട്ട് ആ പെയിനും വെച്ച് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് ആ പെയിനൊന്ന് മാറിയിട്ട് ഇതുമായിട്ട് ഒന്നുകൂടി ഇരുന്ന് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതൊന്നും അല്ല കിട്ടേണ്ടത്. ഇതിലപ്പുറം കിട്ടേണ്ട ഒരു സാധനമാണ്, നല്ലൊരു കണ്ടൻറ്റാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ഇപ്പോൾ ഇത്രയുമൊക്കെ വെച്ചുകൊണ്ട് ഇത് ഇത്രയും മനോഹരമാക്കി നിങ്ങൾ ചെയ്തു. അടിപൊളിയായിരുന്നു. 3 പേരും ഗംഭീരമായിരുന്നു. വ്യത്യസ്തമായ കണ്ടൻറ്റ് നമ്മുടെ കിട്ടുന്ന റെയറാണ്. ചുരുക്കമേ അത് കിട്ടി വരാറുള്ളൂ. നമ്മൾ 16 തിരക്കിയിട്ടായിരിക്കും അതിൽ നിന്ന് ഒരെണ്ണം കിട്ടുന്നത്. അങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ അതിനെ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ റേഞ്ച് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇത് മനോഹരമായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമായിട്ട് അസുഖങ്ങളൊക്കെ മാറി, കാലിൻ്റെ വേദനയൊക്കെ മാറി ഗംഭീരമായിട്ട് വീണ്ടും വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. പക്രു ചേട്ടൻ നമുക്ക് അങ്ങനെ മാർക്കിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ ചേട്ടൻ തുടങ്ങിക്കോ. ഞാൻ ഇവർക്കൊരു 15,000 രൂപ. ഓക്കെ, 15,000. വിജുകുട്ടൻ ചേട്ടനോ? അല്ല, ഞാൻ ഒട്ടും കുറക്കുന്നില്ല. 15,000 രൂപ. 15,000. അപ്പൊ 30,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. ബാക്കി ഇതാ 60,000. അപ്പൊ ചിത്തൻ ചേട്ടാ പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ ഭേദമായിട്ട് ഫുൾ എനർജിയിൽ പവർ പാക്ക്. ഇപ്രാവശ്യം എനർജി കുറഞ്ഞൊന്നുമില്ല. ഒരിക്കൽ കൂടി ഒരു വലിയ ഗൈഡ് തരും കേട്ടോ നമ്മള്. ചേട്ടന്റെ ഉള്ളിൽ ആ ഒരു കലാകാരന് ഒരു ഹ്യൂജ് സല്യൂട്ട് നമ്മൾ തരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് കൗണ്ടറും തമാശയൊക്കെ ആയിട്ട് വീണ്ടും കാണാം ചേട്ടന്മാരെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു കളർഫുൾ എപ്പിസോഡ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇനിയും ഒരുപാട് സ്കിറ്റുകളും മിമിക്രി പെർഫോമൻസും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.